തിരിച്ച് ഹരിദ്വാറിൽ നിന്നുള്ള മടക്കമാണ്. കരിമ്പിൻ പാടങ്ങളാണ് പാതയ്ക്ക് ഇരുവശവും. ധാരാളം ട്രാക്ടറുകൾ പുറകിൽ കരിമ്പ് നിറച്ചു പോകുന്നത് കാണാനുണ്ട്. യുപിയിലേക്കുള്ള ടോൾ പ്ലാസയ്ക്കരികിൽ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുന്ന വഴിയോര കച്ചവടക്കാരന്റെ അടുത്ത് ബൈക്ക് ഒന്ന് നിർത്തി. ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതിയാണ്. ഈ കരിമ്പിൻ പാടത്തിൽ നിന്ന് തന്നെയുള്ള കരിമ്പാണ്. 100 രൂപയുടെ ഡീസൽ അടിച്ച് ഇത് പകൽ മുഴുവൻ ഇയാൾ ഓടിച്ചുകൊണ്ടിരിക്കും. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം കാണുമ്പോൾ തന്നെ വഴിയാത്രക്കാർ വണ്ടി അടുത്തു കൊണ്ടുവന്ന് നിർത്തും. 40 രൂപയാണ് ഒരു ഗ്ലാസ് ജ്യൂസിന് വില. കരിമ്പിൻ ജ്യൂസിന് നല്ല മധുരമുണ്ട്. മുറിച്ചെടുത്ത ഉടനെ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്ര മധുരം. ഇതൊരു വലിയ ഷുഗർ മില്ലാണ്. ധാരാളം വണ്ടികൾ തങ്ങളുടെ ഊഴം കാത്ത് കരിമ്പുമായി പുറത്ത് വരിയായി കിടപ്പുണ്ട്. പുകക്കുഴലുകളിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് കറുത്ത പുക ഉയരുന്നു. മൊളാസിസിന്റെ മനം മടുപ്പിക്കുന്ന ഗന്ധമാണ് പരിസരം മുഴുവൻ. പഞ്ചസാരയുടെ മധുരം ഈ അന്തരീക്ഷത്തിനില്ല, ചീഞ്ഞ മണമാണ്. വഴിയരികിൽ ധാരാളം ശർക്കരയുണ്ടാക്കുന്ന നാടൻ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്ന് കാണാനാണ് വന്നിരിക്കുന്നത്. പുകക്കുഴലും ഭട്ടിയുമൊക്കെയുള്ള യൂണിറ്റാണ്. ധാരാളം കരിമ്പ് മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്നു. കരിമ്പിൻ ചാറെടുത്ത് ചൂടാക്കി കുറുക്കി എടുത്താണ് ശർക്കര ഉണ്ടാക്കുന്നത്. ഇലകൾ കളഞ്ഞ് വെട്ടിയൊരുക്കിയ കരിമ്പാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മോട്ടോറിൽ നിന്ന് ബെൽറ്റിട്ട് കരിമ്പിനെ പൽചക്രങ്ങൾക്കിടയിൽ ചതച്ച് കരിമ്പിൻ ചാറ് എടുക്കുന്നു. അതിനായി ഒരാൾ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് അഴിഞ്ഞുപോയ ബെൽറ്റ് തിരിച്ചിടാൻ വന്നിരിക്കുകയാണിപ്പോൾ. മോട്ടോർ കറങ്ങുന്നതിനനുസരിച്ച് അപ്പുറത്തെ പൽചക്രങ്ങളും ഒപ്പം കറങ്ങുന്നു. കരിമ്പ് ചതഞ്ഞ് കരിമ്പിൻ ചാർ ഈ പൈപ്പിലൂടെ ഈ പാത്രങ്ങളിലേക്ക് എത്തുന്നു. പിന്നീട് ഈ 2 ചെറു പൈപ്പുകളിലൂടെ ഒരു വലിയ പാത്രത്തിൽ ചെന്നെത്തുന്നു. അതിന്റെ മുകളിൽ തെളിയുന്ന ഭാഗം മറ്റൊരു പാത്രത്തിലാക്കി തിളപ്പിക്കുന്നു. കുറുകിയ കരിമ്പിൻ ചാർ വീണ്ടും ഒരു പാത്രത്തിലാക്കി ചൂടാക്കി വീണ്ടും കുറുക്കുന്നു. അതിൽ നിന്നും എടുക്കുന്ന കട്ടിയായ കരിമ്പിൻ ചാർ വലിയ ഉരുളി പോലുള്ള കട്ടിയേറിയ പാത്രത്തിലാക്കി ഇടയ്ക്കിടെ ഇളക്കി കുറുക്കിയെടുക്കുന്നു. വളരെ കട്ടിയാകുന്ന അത് കൈകൊണ്ട് ഗ്ലൗസുകളിട്ട് ചൂടോടെ തന്നെ ഉരുട്ടി ശർക്കരയാക്കി മാറ്റുന്നു. പിന്നീട് പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഹോൾസെയിൽ കച്ചവടക്കാരാണ് ശർക്കര വാങ്ങുന്നത്. കരിമ്പിൻ ചണ്ടി അടുപ്പിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഒന്നും തന്നെ വേസ്റ്റ് ആകുന്നില്ല. കമൽ എന്ന ബ്രാൻഡിലാണ് ഇവർ ശർക്കരയുണ്ടാക്കി വിൽക്കുന്നത്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നടക്കുന്ന വ്യവസായമാണ്. ആവശ്യക്കാർ ധാരാളമായതിനാൽ നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റുമാണ്.